ഹായ് എവരിവൺ, അസ്സലാമു അലൈക്കും. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ ലഞ്ച് പ്രിപ്പറേഷൻസ് കാണാം. നമ്മൾ ആദ്യം മുരിങ്ങൻ്റെ ഇല ഉലർത്താമെന്ന് വിചാരിച്ച്, പിന്നെ അതിൻ്റെ കൂടെ തന്നെ മീനും പൊരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ സാമ്പാറും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിത് മീനൊന്ന് വേഗം ഒന്ന് പൊരിക്കാമെന്ന് വിചാരിച്ച്. കിളിമീനാട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. കിളിമീൻ, പുതിയാപ്പിളക്കോര, അങ്ങനെ ഒരുപാട് പേരുകളുണ്ടല്ലോ. അപ്പം അത് അവിടുന്ന് വലിയ മീനായതുകൊണ്ട് തന്നെ അവരൊക്കെ കട്ട് ചെയ്തൊക്കെ റെഡിയാക്കി തന്നിരുന്നു. നമ്മൾ വന്ന് കഴുകി മസാലയൊക്കെ പുരട്ടി കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് വേഗം ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനൊന്ന് ഫ്രൈ ചെയ്ത് കിട്ടെ. പിന്നെയെന്ന് വെച്ചാൽ ഈ ഒരു മീൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്, പക്ഷേ നല്ല മുള്ളുണ്ടാവും. ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് കഴിച്ചാൽ മതിയെന്ന് മാത്രം. അപ്പോൾ മീൻ നമ്മളിതൊന്ന് മറിച്ച് കെട്ടി കൊടുക്കുന്നുണ്ട്. പിന്നെ ഒന്ന് ലീവ് ആയതുകൊണ്ട് തന്നെ ഒന്ന് ഇച്ചിരി ആർഭാടാക്കാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ അത് ഞാൻ പൊതിച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് വാഴൻ്റെലൊക്കെ ഒന്ന് വാട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ വിചാരിച്ച് വേണ്ട, വാഴൻ്റെലയിൽ അങ്ങ് ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ നമ്മളിത് ആദ്യം ചോറൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് ചോറിട്ടാൽ മതി എന്നൊക്കെ വിചാരിക്കും. 65 കിലോ ആണ് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയുള്ള പരമാവധി ശ്രമത്തിലുണ്ട്. അപ്പം അങ്ങനെയൊക്കെ വിചാരിച്ചാലും ഇങ്ങനത്തെ കറികളൊക്കെ കൂടി കാണുമ്പോൾ നമ്മളങ്ങ് കഴിച്ചു പോകും. അതാണ്. അപ്പം നമ്മളിതാ മുരിങ്ങൻ്റെ ഇല ഉലർത്തിയത് സൈഡിലൊന്ന് വെച്ച് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ മീനിൻ്റെ തലയും കൂടി പൊരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു മീനിൻ്റെ തലയും കൂടി പൊരിച്ചപ്പം. ഞാൻ ഈ ഒരു ഫോട്ടോയിൽ മോശമല്ലേ തലയൊക്കെ വെക്കുന്നതെന്ന് വിചാരിച്ചുകൊണ്ട് ഞാനിതിങ്ങനെ വാലാണ് കേട്ടോ വെച്ചത്. അപ്പം പിന്നെ നമ്മൾ സാമ്പാർ ഉണ്ടാക്കിയതും കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കഴിക്കാൻ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഉമ്മ ഇറച്ചിൻ്റെ അച്ചാറുണ്ടായിരുന്നു ഉമ്മച്ചി ഉണ്ടാക്കിയത്. അപ്പം അതും കൂടി ഒന്ന് സൈഡിൽ വെച്ച് തരാം കേട്ടോ. അപ്പം ഇത്രയും കൂടി ആയപ്പം സൂപ്പറാണ്. പിന്നെയും ചോറിടാൻ വേണ്ടിയിട്ട് തോന്നും. പക്ഷേ നമ്മൾ ചോറിടരുത്. ചോറ് തന്നെ നമ്മൾ കുറയ്ക്കുകയാണ്. 10-15 ദിവസം ഞാൻ ചോറ് തീരെ കഴിക്കാണ്ടിരുന്നപ്പോൾ നന്നായിട്ട് വെയിറ്റ് കുറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെയും കഴിക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെയാണ് കൂടിയത്. ഇപ്പം വർക്കൗട്ടും കാര്യങ്ങളൊക്കെ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇത്രയാണ് ചോറ് കഴിക്കുന്നത്. മീൻ പൊരിച്ചതൊക്കെ കഴിക്കണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ കണ്ടപ്പോൾ കഴിച്ചു പോവാണ്. അപ്പോൾ അങ്ങനെ ഏതായാലും മീനും പൊരിച്ചതും കഴിച്ചു. നമുക്ക് എല്ലാവർക്കും തോന്നാറുണ്ടല്ലേ, നമുക്ക് തടി വെക്കണ്ടെന്നൊക്കെ വിചാരിക്കും. പക്ഷേ നമ്മൾ കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് കഴിക്കേണ്ടിയില്ലായിരുന്നു എന്നൊക്കെ തോന്നലേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ മറന്നു വരരുത്. പുതിയ വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ, താങ്ക് യു.